Hi students, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. അതായത് പ്രൈസ് ലീഡർഷിപ്പിൻ്റെ രണ്ട് ഫേംസിൻ്റെ കാര്യങ്ങളാണ്. ഒന്ന് പ്രൈസ് ലീഡർഷിപ്പ് ബൈ എ ഡോമിനൻറ്റ് ഫേം, ഒന്ന് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ലോ കോസ്റ്റ് ഫേമിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ഡോമിനൻറ്റ് ഫേം എന്താണെന്ന് നമുക്ക് നോക്കാം. Price output determine generally explain the terms of dominant price leadership. We assume there are two firms L and F. അതായത് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ഡോമിനൻറ്റ് ഫേമിൽ നമ്മൾ രണ്ട് ഫേംസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് എല്ലും ആൻഡ് എഫും ആയിട്ട്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എൽ ഈസ് ലെസ് ദാൻ എഫ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മെറ്റീരിയലോ ലേബറോ എഫ് എന്ന ഫേമിനേക്കാൾ കുറവാണ് എല്ലിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. വി ഓൾസോ അസ്യൂം ദാറ്റ് ദ ഫേം ആർ പ്രൊഡ്യൂസിങ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ രണ്ട് ഫേംസും ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സിമിലർ പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് അസ്യൂം വി ക്യാൻ ഡിറ്റർമിൻ പ്രൈസ് അണ്ടർ ഔട്ട്പുട്ട് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ് ആസ് ഫോളോസ്. നമുക്ക് ഇത് ഒരു ഫിഗറായിട്ട് അവർ തരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. In figure 33, MCL is the marginal cost curve of firm L. ഇതിൽ ഫേം എൽ എന്നൊരു കമ്പനിയുടെ എന്താണ് എം സി എല്ലും എം സി എഫ് ഈസ് ദി മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് എഫ്. എം സി എന്നാണ് മാർജിനൽ കോസ്റ്റ് കർവ് എല്ലിൻ്റെ, എം സിയുടെ എന്താണ് മാർജിനൽ കർവ് എഫ്. ഇവിടെ marginal cost of firm L is less than the firm AR marginal revenue and MR is marginal revenue curve. AR and MR curve for both the firm are identical because both firm are producing identical products. ഇവിടെ ലോ കോസ്റ്റ് OP1 പ്രൈസിൽ വിൽക്കാനേ പറ്റൂ. ഇവിടെ എഫ് എന്ന് പറഞ്ഞത് OP2 ആണ്. എഫിനെ ലോ കോസ്റ്റ് ആയ എൽ പ്രൈസിന് ലീഡറായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ പ്രൈസ് വാറിൽ തോൽക്കുമ്പോൾ OP1 പ്രൈസ് കുറവാണ്, OP2ൻ്റെ പ്രൈസ് കൂടുതലാണ്. എപ്പോഴും കസ്റ്റമേഴ്സ് ലോ കോസ്റ്റ് പ്രൊഡ്യൂസ് വാങ്ങും. അപ്പോൾ സോ എഫ് എന്ന ഫേമിൽ നിന്ന് OP2 പ്രൈസ് ചാർജ് ചെയ്തില്ലേ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. സോ OP2 ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൽ പറയുന്നത്. അതായത് ഫേം ഐഡൻ ബിക്കോസ് ദ ബോത്ത് ഫേംസ് ആർ പ്രൊഡ്യൂസ് ആണ്. ഇൻ കേസ് ഫേം എൽ ഡിറ്റർമിൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് അറ്റ് പോയിന്റ് ഇ ഇക്വിലിബ്രിയം പോയിന്റ് ഇയുടെ പോയിന്റ് ആണ് എല്ലിൻ്റെ ഇക്വിലിബ്രിയം വേർ എം സി ഈക്വൽ ടു എം ആർ അറ്റ് ദ പോയിന്റ് വേർ QA1 ആൻഡ് ഔട്ട്പുട്ട് സെയിൽ വിൽ ബി OQ1 ഫേം എഫ് ഡിറ്റർമൈൻ ഇറ്റ്സ് പ്രൈസ് അറ്റ് പോയിന്റ് E2 ബിക്കോസ് ദ പ്രൈസ് both firms ഇവിടെ F determines price at point E2 because the point MC equal to MR. At the point price will be O2 B OP2 and the output will say OQ2. Here the price of firm L is less than the firm. The firm had competed with the low cost firm L price at the defeat the price war and the price OP2 which is higher than OP1 price of price leader. Hence firm F will compel to follow the price leader from firm L. It will be charged price OP2 at set L. It will also produce OQ1. ഇതാണ് ഇതിൽ ആ ഗ്രാഫിൽ ഫുള്ള് പറയണത്. അപ്പോൾ അതിൻ്റെ ഞാൻ മലയാളമാണ് പറയുന്നത്. ലോ കോസ്റ്റ് അതായത് L OP1 പ്രൈസിൽ വിൽക്കാൻ പറ്റൂ. എഫ് OP2വും എഫിന് ലോ കോസ്റ്റ് ആയ എൽ പ്രൈസ് ലീഡറായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ടി വരുന്നു. പ്രൈസ് വാർ തോൽക്കും. ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ കോമ്പറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി പ്രൈസ് വാറാവും. ഇവിടെ OP1 പ്രൈസ് കുറവാണ്, OP2 പ്രൈസ് കൂടുതലാണ്. ഇവിടെ OP1ൻ്റെ പ്രൈസ് കുറവ്, OP2ൻ്റെ പ്രൈസ് കൂടുതലാണ്. എപ്പോഴും കസ്റ്റമേഴ്സ് എന്താണ് ലോ കോസ്റ്റിനല്ലേ സാധനങ്ങൾ മേടിക്കാൻ തയ്യാറല്ലോ. അപ്പോൾ എന്താ സോ എഫ് എന്ന ഫേമിൻ്റെ OP2 പ്രൈസ് കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. സോ OP2ൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് എന്നാ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ OP1 വിൽക്കേണ്ടി വരും. ഇവിടെ പ്രൈസ് ലീഡർ ഉള്ള എൽ എന്ന ഫേം ഫിക്സ് ചെയ്ത OP1 പ്രൈസാണ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേം ഫോളോ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ഓൾറെഡി പ്രൈസ് കുറവായിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ എന്താണ് എഫ് എന്ന് പറഞ്ഞത് ഇത് അതാണ് ഇറ്റ് വിൽ ബി charge price OP1 has set by F firm L. It will also produce OQ1 output which is equilibrium output of leader firm L. To conclude, OP1 price will prevail the market and total output will be choice OQ1. അപ്പോൾ ഈ മാർക്കറ്റിൽ OQ1ഉം
ക്വാണ്ടിറ്റിയും OQ2 ആയിരുന്നു. OP1 എന്നുള്ളത് പ്രൈസായി മാറുന്നു. കാരണം ലോ കോസ്റ്റ് ഫേം ആയതുകൊണ്ട് അവിടെ പ്രൈസ് ലീഡർ മറ്റുള്ളവരുടെ ഫേംസിൽ നിന്ന് ഫിക്സ് ചെയ്യേണ്ടി വരും. സോ ഹൈ പ്രൈസ് ചാർജ് ചെയ്താൽ ഡിമാൻഡ് ഉണ്ടാകില്ല. അപ്പോൾ ലോ കോസ്റ്റ് ആരാണോ ഫേം ഈടാക്കണോ അവരെ ആയിരിക്കും അവർക്കാവും പ്രോഫിറ്റ്. പിന്നെ ഇവിടെ AR ആൻഡ് MR എന്ന് പറഞ്ഞത് AR സെയിം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇവിടെ AR MRും സെയിം ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തത് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ലോ കോസ്റ്റ് ഫേം. അതായത് ലോ കോസ്റ്റ് ഫേം ആയിരിക്കും അവിടെ പ്രൈസ് ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് ലീഡർഷിപ്പ് ലോ കോസ്റ്റ് ഫേം എന്ന് പറഞ്ഞത് ഇവിടെ ലോ കോസ്റ്റ് ഫേം ആയിരിക്കും അവിടെ പ്രൈസ് ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്രൈസ് ആൻഡ് ഓൾ അതർ ഫേം ഇൻഡസ്ട്രി ആക്സെപ്റ്റ് ദി പ്രൈസ്. ഇവിടെ ആരാണ് പ്രൈസ് ഫിക്സ് ചെയ്യും, മറ്റുള്ള ഫേമേഴ്സ് അത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഇഷ്യൂ മേ ബി ഒരു ഇതായിട്ട് ഇവിടെ സപ്പോസ് ഫേം ഫേസ് ഐഡൻറ്റിക്കൽ റെവന്യൂ കർവ്സ് ആൻഡ് ഡിഫറെൻറ്റ് കോസ്റ്റ് കർവ്. ഐഡൻറ്റിക്കൽ കർവും ഡിഫറെൻറ്റ് കോസ്റ്റ് കർവും ഫേസ് ചെയ്യുന്നത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ മേ ലീഡ് ടു ലോ കോസ്റ്റ് ഫോർ ഫേം. AR and MR are identical revenue curves of all firms. ACL1 and MCL1 are the cost curve of low cost firm. Its costs are lower. ഇവിടെ സെയിം പ്രോഡക്റ്റ് ആയതുകൊണ്ട് റവന്യൂ കർവും സെയിം ആണ്. കോസ്റ്റ് കർവാണ് ഇവിടെ എന്തെന്നാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഇവിടെ റവന്യൂ കർവ് സെയിമും അതേപോലെ കോസ്റ്റ് കർവും ഡിഫറെൻ്റ് ആണ്. ലോ കോസ്റ്റ് ഫേംസിൻ്റെ OQ1 ക്വാണ്ടിറ്റി QL പ്രൈസിൽ വിൽക്കാൻ പറ്റൂ. MC = MR പോയിൻ്റ് ആണ് ഇക്വിലിബ്രിയം. മുകളിലേക്ക് വരുമ്പോൾ അവരുടെ പ്രൈസ് PL എന്ന് പറയുന്നത്, താഴേക്ക് വരയ്ക്കുമ്പോൾ അവരുടെ OQL വരുന്നത്. അതർ ഫേംസ് അവരുടെ MC = MR ആ ഒരു പോയിൻ്റ് മുകളിലേക്ക് വരുമ്പോഴാണ് പ്രൈസ് ഔട്ട്പുട്ട് OP ആയിട്ട് മാറുന്നത്. അവരുടെ ക്വാണ്ടിറ്റി OQ ആയിട്ട് കിട്ടും. ഈ പ്രൈസ് മുമ്പത്തെ പ്രൈസിനേക്കാൾ കൂടും. അതുകൊണ്ട് ലോ കോസ്റ്റ് ഫേംസ് പ്രൈസിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല. ഹൈ പ്രൈസ് വിൽക്കാൻ നോക്കും, ബട്ട് കസ്റ്റമേഴ്സ് ലോസ് ആകും. ബിക്കോസ് കസ്റ്റമേഴ്സിന് താല്പര്യം ലോ കോസ്റ്റിൽ വാങ്ങാൻ. അപ്പോഴാണ് എന്താണ് ഡിമാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫേംസിൻ്റെ ലോ കോസ്റ്റ് ഫേമിൻ്റെ പ്രൈസ് PL ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ OQL ക്വാണ്ടിറ്റിയിൽ വിൽക്കേണ്ടി വരും. ഇവിടെ ലോ കോസ്റ്റ് ഫേംസിൻ്റെ പ്രൈസ് ലീഡർഷിപ്പ് സംഭവിക്കുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ അതർ ഫേംസ് സെൽ OQ ക്വാണ്ടിറ്റി OP. ദ പ്രൈസ് ഈസ് ഹയർ, ഹെൻസ് അതർ ഫേം വുഡ് ലൂസ് ദ കസ്റ്റമർ ടു ലോ കോസ്റ്റ് ഫേം ഹൂ പ്രൈസ് ഈസ് ലോവർ. ദെർഫോർ ദ അതർ ഫേം ആസെറ്റ് PL സെറ്റ് ടു ലോ കോസ്റ്റ് ഫേം ആൻഡ് റെക്കഗ്നൈസ് ദ ലീഡർഷിപ്പ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞു ലോ കോസ്റ്റ് ഫേംസിൻ്റെ OQ1 OQL പ്രൈസ് വിൽക്കാൻ പറ്റൂ. MC = MR പോയിന്റിൽ ആ ഇക്വിലിബ്രിയം പോയിന്റ് മുകളിലേക്ക് വരുമ്പോൾ അവരുടെ പ്രൈസ് PL എന്നാണ് വരുന്നത്. താഴേക്ക് വരയ്ക്കുമ്പോൾ അവിടെ മേലേക്ക് വരുമ്പോൾ PLും താഴേക്ക് വരയ്ക്കുമ്പോൾ OQL ആണ് വരുന്നത്. ഇവിടെ അതർ ഫേംസ് അവരുടെ MC = MR കർവ് അവർ ആ ഒരു പോയിന്റ് മുകളിലേക്ക് വരുമ്പോൾ പ്രൈസ് അതായത് OP ആയിട്ട് ക്വാണ്ടിറ്റി OQ ആയിട്ട് കിട്ടും ചെയ്യും. ഈ പ്രൈസ് മുമ്പത്തെ പ്രൈസിനേക്കാൾ കൂടും. അതുകൊണ്ട് ലോ കോസ്റ്റ് ഫേംസിന് പ്രൈസിലേക്ക് അവർ കൊടുക്കേണ്ടി വന്നില്ല. ഹൈ പ്രൈസിൽ വിൽക്കാൻ നോക്കും, ബട്ട് കസ്റ്റമേഴ്സ് എന്താ ഉണ്ടാവുക, ഹൈ കോസ്റ്റിൽ കൊടുത്താൽ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കായി കസ്റ്റമേഴ്സിന് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവരത് വിൽക്കില്ല ലോ കോസ്റ്റ്. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു ഫേമിൻ്റെ ലോ കോസ്റ്റ് ഫേം പ്രൈസിലേക്ക് അവരെന്താ PL ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ OQL ക്വാണ്ടിറ്റി വിൽക്കേണ്ടിയും വരിക. ഇവിടെ ലോ കോസ്റ്റ് ഫേമിൻ്റെ പ്രൈസ് ലീഡർഷിപ്പാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് ഫേം ലീഡർഷിപ്പ് ആയിട്ട് ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. നെസസറി കണ്ടീഷൻസ്, പ്രൈസ് ലീഡർഷിപ്പിന് എന്തൊക്കെ നെസസറി കണ്ടീഷനാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതെന്ന്. ഫസ്റ്റ് വൺ ആണ് price leader must be very efficient so that they study analyze market condition and can forecast the demand order. You must know the reaction of competitors. അതായത് ആരാണ് ഈ പ്രൈസ് കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ ആൾക്ക് എന്താണ്
എല്ലാ കാര്യങ്ങളും എഫിഷ്യൻ്റായിട്ട് അറിയാൻ പറ്റും. മാർക്കറ്റ് സിറ്റുവേഷൻ്റെ കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് ഇതാക്കും. അപ്പോൾ എന്താണ്, അവർക്ക് കോമ്പറ്റേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, അതുപോലെ ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിമാൻഡ് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവുന്നു. പ്രൈസ് ഷുഡ് ബി ഡിറ്റർമിൻഡ് അറ്റ് ദ ലെവൽ ഓഫ് മോണോപ്പൊളി. For this purpose, leader firm must know the total demand and supply of ഈ ലീഡർഷിപ്പ് ഫേംസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മോണോപ്പൊളി ലെവലിലാണ് പ്രൈസ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലീഡർ ഫേംസിന് അവിടുത്തെ ഡിമാൻഡും സപ്ലൈ, ആ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും സപ്ലൈ അറിയാൻ സാധിക്കുന്നുണ്ട്. The price determined by the leader firm must follow the follower firm with the loyalty and honesty. പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത് അവർ സത്യസന്ധമായിട്ടും താല്പര്യം അനുസരിച്ച് അവരത് ഫോളോ ചെയ്യാൻ ഇതാണ്. പ്രൈസ് ലീഡർ ഷുഡ് നോട്ട് ചാർജ് the price again and again. It can difficulty for the follower firm to adjust the price. Price should be charged only when there is charge, cost or demand. പ്രൈസ് എപ്പോഴും എന്താണ്, ലീഡർ ഒരിക്കലും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കില്ല. പ്രൈസ് എഗെയിനായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കില്ല. അങ്ങനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യാറുള്ളത്. ദ ലീഡർ ഷുഡ് ഡിറ്റർമൈൻ ദ പ്രൈസ് ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഒപ്പീനിയൻ ആൻഡ് സജഷൻ ഓഫ് ദ ഫോളോവേഴ്സ്. പ്രൈസ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് നടപ്പിലാക്കുക അവിടുത്തെ ഫോളോവേഴ്സും അതുപോലെ അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യാറുള്ളൂ. The price leader should avoid price reduction as far as possible if he does not have many loose faith of follower. അതായത് പ്രൈസ് ലീഡേഴ്സ് ഒരിക്കലും എന്താണ്, കുറേയൊന്നും പ്രൈസ് കാര്യങ്ങൾ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് പ്രൈസ് കാര്യങ്ങൾ കുറയ്ക്കാറുമില്ല. അതൊരു എന്താ പറയുക, അവർക്ക് നഷ്ടമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവർക്കുള്ള പ്രൈസ് കൊടുക്കാറുണ്ട്. ഇനി പ്രൈസ് ലീഡർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എലിമിനേറ്റ് അൺസർട്ടനിറ്റി എലിമിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് വാറും എലിമിനേറ്റ് ചെയ്യാറുണ്ട്. കോമ്പറ്റേറ്റേഴ്സും അതുപോലെ കോർപ്പറേഷൻസും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യുക, പെട്ടെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രൈസ് വാർ, കോമ്പറ്റേറ്റേഴ്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്മോൾ ഫേംസിന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ പ്രൈസിനെ പറ്റിയിട്ട് അധികം വിവരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫേംസിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പ്രൈസിങ്ങിന് ഒരു ഈസി മെത്തേഡാണ് എന്നാണ് പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് എന്നാണ്. അതേപോലെ യൂണിഫോമിറ്റി ഉണ്ടാവും, പ്രൈസിങ്ങിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഇതാണ് എന്ത് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. ഇനി നമ്മൾ പ്രൈസിങ് അണ്ടർ കൊളൂഷൻ, നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ് പഠിച്ചു, പ്രൈസിങ് ആൻഡ് പ്രൈസ് ലീഡർഷിപ്പ്, ഇനി കൊളൂഷനും കൂടിയാണ്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എന്താണ് കൊളൂഷൻ എന്ന് നോക്കാം. ദ ടേം കൊളൂഷൻ മീൻസ് ടു പ്ലേ ടുഗദർ, അതായത് ഒരുമിച്ച് കളിക്കുക എന്നാണ് എന്തെന്ന് പറയാം കൊളൂഷൻ എന്ന് പറയുന്നത്. ദ ഒളിഗോളിപ്പിൾ firms arrive at a formal agreement about price, output, etc. Instead of competing with each other, such agreement is called collusion. അതായത് ഈ കോമ്പറ്റീഷന് പകരം അതിന് പകരം അവരൊരു തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കും. ആ മ്യൂച്വലായിട്ട് ഒരു ചിലപ്പോൾ പ്രൈസിനെ ഔട്ട്പുട്ടിനെയൊക്കെ പറ്റിയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കും. ആ എഗ്രിമെൻറ്റിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ കൊളൂഷൻ എന്ന് പറയുന്നത്. ഒരു ഒളിഗോപോസ്റ്റ് ഫേംസ് അറൈവ് ചെയ്യുമ്പോൾ വരുന്ന സമയത്ത് ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് വെക്കും. എന്തിനെ പറ്റിയിട്ട്, ഒന്നെങ്കിൽ പ്രൈസോ അല്ലെങ്കിൽ ഔട്ട്പുട്ടോ അതിനെയൊക്കെ പറയണം. കോമ്പറ്റീഷനേക്കാളും മുമ്പ് അവർ ഇതിനെ പറ്റി എന്താ പറയുക പറയണം. അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ കൊളൂഷൻ എന്ന് പറയുന്നത്. കൊളൂഷൻ ടേക്ക് വേരിയസ് ഫോം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് കൊളൂഷൻ ഈസ് കാർട്ടൽ. അതായത് കൊളൂഷൻ എന്ന് പറഞ്ഞാൽ പല ഫോംസും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാർട്ടൽ. കാർട്ടലിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് സെയിൽസ് ഏജൻസി ഫോംഡ് ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഫിക്സ് സച്ച് എ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ടു മാക്സിമം പ്രോഫിറ്റ് ടു ദ മെമ്പേഴ്സ്. അതായത് കോമ്പറ്റീഷൻ കുറഞ്ഞിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാം. അത് എന്താ പറയുക, മറ്റുള്ള ഫേംസിനും കൂടി പ്രോഫിറ്റ് ആക്കി ഇതിനാക്കണതിന് പറയണതാണ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ. മാക്സിമം പ്രോഫിറ്റ് മറ്റുള്ളവർക്ക് എടുക്കുക, അവർക്ക് ഒരു നീതിപൂർവമായിട്ടൊരു പ്രൈസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് കാർട്ടലിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് നേഷൻ അവരെ ഓയിൽ വേൾഡിൽ വിൽക്കും. The cartel determines price and output of all industry has with such each member of firm. In other words, the cartel determines the equivalent total output and equivalent quantity of output for each member. അവരായിരിക്കും ഓരോ കാര്യങ്ങളും പ്രൈസ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ കാർട്ടൽ എന്ന് പറഞ്ഞതായിരിക്കും. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ
കമ്പനി ആയിരിക്കും പല നേഷൻസിൻ്റെ ആയാലും പല അവിടുത്തെ ആയാലും പ്രൈസ് കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യേണ്ടാവും ഓയിൽ ഗ്യാസിൻ്റെ. അപ്പം അതാണ് എന്തെന്ന് കാർട്ടൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. അതായത് ഫോർ sake ഓഫ് കൺവീനിയൻസ് ലെറ്റ് സപ്പോസ് only two firm in industry, the firm A and B. രണ്ട് ഫേമായിട്ട് കൺസിഡർ ചെയ്യുക, എയും ബിയും എന്നുള്ളത്. ദ കാർട്ടിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഫോർ ദ ഇൻഡസ്ട്രി. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ, അവരുടെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ. ഇവിടെ ഫിഗർ 35 പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് MC1. ഇനി 35 ഫിഗറിൽ പറയണത് എയിൽ പറയണത് MC2 ആൻഡ് ആർ ദി മാർജിനൽ കോസ്റ്റ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. മാർജിനൽ കോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ടോട്ടൽ ഓഫ് മാർജിനൽ കോസ്റ്റ് ഓഫ് ടു ഫേംസ്. മാർജിനൽ കോസ്റ്റ് തന്നെയാണ് അവരുടെ എല്ലാ ഫേംസിനും ഇതാണെന്നാണ്. MR മാർജിനൽ റവന്യൂ കർവ് ഓഫ് ദ ഇൻഡസ്ട്രി ഓൺ ബേസിസ് ഓഫ് ഇൻഡസ്ട്രി MR ആൻഡ് MC. ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഇൻഡസ്ട്രി ഈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ദ ടോട്ടൽ ഔട്ട്പുട്ട് അലോക്കേറ്റഡ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഫേം ഓൺ ദ ബേസിസ് ഓർ MC. അവരുടെ ഔട്ട്പുട്ട് അലോക്കേറ്റ് ചെയ്താണ് ഓരോ ഫേംസിനെയും അലോക്കേറ്റ് ചെയ്യുന്നത് അവരുടെ മാർജിനൽ കോസ്റ്റാണ് അവർ അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് അലോക്കേറ്റഡ് ബിറ്റ്വീൻ മെമ്പർ ഫേം ഓൺ ബേസിസ് ഓഫ് MC. ദ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം പോയിന്റ്, ഈ എന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞതും അതുപോലെ മാർജിനൽ റവന്യൂ ഈക്വൽ ആകുമ്പോൾ കിട്ടുന്ന പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ ആൻഡ് ദ പ്രൈസ് OQ. ഇതിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് OQ, അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് എന്താ OP ആണ്. ദ ഷെയർ ഓഫ് ഈച്ച് ഫേം ഇൻഡസ്ട്രി ഔട്ട്പുട്ട് OQ ഈസ് ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ദെയർ ഓൺ ഔട്ട്പുട്ട് വിച്ച് ഈക്വൽ ടു MC വിത്ത് ദ ഇൻഡസ്ട്രീസ്. അതായത് ഇവിടുത്തെ ഔട്ട്പുട്ട് OQ ഡിറ്റർമിൻ ചെയ്തേക്കുന്ന ഓരോ ഔട്ട്പുട്ടും ഓരോ ഇൻഡിവിജ്വലിലെ മാർജിനൽ കോസ്റ്റ് വെച്ചിട്ടാണ് അവർ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി മാർജിനൽ കോസ്റ്റ് determine MC equal to E point MC equal to MR. The share of output and sale of each firm can be obtained drawing line from point E and parallel to x-axis through MC2 and MC1 to y-axis. ഇവിടെ E എന്ന പോയിന്റിൽ ഫേം വരച്ചിരിക്കുന്ന x-axisൽ എന്താണ് MC2 അതേപോലെ തന്നെ MC1 എന്ന് പറഞ്ഞത് y-ആക്സിസിലാണ് അവർ വരച്ചിരിക്കുന്നത്. ടു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ E1 ആൻഡ് E2 ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓഫ് A ആൻഡ് B. ഇത് ഈ y-ആക്സിസിലെ x-ആക്സിസിലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് E1ഉം E2 ആണ് എന്തെന്നാണത് ഓരോ ഫേംസിൻ്റെ അതായത് A ആൻഡ് Bയുടെ ഔട്ട്പുട്ട് ലെവൽ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ മാർക്കറ്റ് ഷെയർ ഓഫ് ഫേം A ഈസ് ഡിറ്റർമൈൻ OQ1 ആൻഡ് B എന്ന് പറഞ്ഞത് OQ2. ഇവിടെ OQ1 ആണ് എന്തെന്ന് പറഞ്ഞത് ഔട്ട്പുട്ട് ആരുടെ ഫിഗർ എയുടെ, മറ്റേതിൻ്റെ ഏതാണ് ബിയുടെ എന്ന് പറഞ്ഞത് എന്താ OQ2 ആണ്. ദിസ് ഷുഡ് ബി എ നോട്ടഡ് ദാറ്റ് OQ1 പ്ലസ് OQ2 ഈക്വൽ ടു OQ. ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് A ഈക്വൽ ടു Q1 ടു C1. ദ ഫേം B ഈക്വൽ ടു ഇവിടെ കോസ്റ്റ് അതായത് എയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് Q1ഉം C1ഉം അതുപോലെ തന്നെ B എന്ന ഫേമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് Q2ഉം C2 ആണ്. ദ ഇൻഡസ്ട്രി പ്രൈസ് പെർ യൂണിറ്റ് OP. ദിസ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ടോട്ടൽ ക്യാൻ ബി കമ്പ്യൂട്ടർ ഇൻ പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ഔട്ട്പുട്ടാണ്. അതായത് ഈ ഫേമിൻ്റെ ടോട്ടൽ പ്രൈസ് അതായത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ഔട്ട്പുട്ടാണ്. അതിലിപ്പോൾ OP1 മൈനസ് Q1 C1 ഇൻറ്റു OQ1 പ്ലസ് QP മൈനസ് Q2 ഇതാണ് നമുക്ക് ഈ ആൻസർ കിട്ടുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് മാക്സിമം എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.